ഇൻസുലിൻ ഇസ് എ കീ ടു ഷുഗർ. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറിനുള്ള കീ ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ കോശങ്ങളെ ഒരു റൂമായിട്ട് സങ്കല്പിക്കുക. ആ റൂമിൻ്റെ വാതിൽ തുറക്കാനുള്ള കീ ആണ് നമ്മുടെ ഇൻസുലിൻ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഗ്ലൂക്കോസ് പുറത്തു നിൽക്കുമ്പോൾ ഈ റൂമിലോട്ട് കോശങ്ങളിലേക്ക് കയറണമെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന കീ വേണം. ഓക്കെ, അപ്പോൾ പ്രമേഹം ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ കൂടും. കാരണം കോശങ്ങളുടെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസിന് കയറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടും. മറ്റൊന്ന്, നമ്മളുടെ കീ ഉണ്ട്, പക്ഷേ ഗ്ലൂക്കോസ് അമിതമായിട്ട് വന്നു. അപ്പോൾ 10 വരേണ്ട ഭാഗത്ത് 20 വന്നു. അതായത് നമ്മൾ 140 എന്ന് പറയുന്നുണ്ടല്ലോ ഭക്ഷണത്തിന് ശേഷം. അത് 250, 300 വന്നു കഴിഞ്ഞാൽ നിലവിലെ ഇൻസുലിൻ മതിയാവാതെ വരും. അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിൽ 99% ആളുകൾക്കും ഇൻസുലിൻ നോർമലോ കൂടുതലോ ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ടൈപ്പ് 2 പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇൻസുലിൻ ലെവല് ഉറപ്പുവരുത്തിയിട്ട് നോർമലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഇൻസുലിൻ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കാലുകൾക്ക് തരിപ്പ്, അതുപോലെ നിങ്ങളുടെ ഇൻഫ്ലമേഷൻ, ജോയിന്റിൽ നീർക്കെട്ട് വരുന്നു, ശരീരത്തിൽ നീർക്കെട്ട് വരുന്നു, ബാക്ക് പെയിൻ വരുന്നു, പെരിഫറൽ ന്യൂറോപ്പതി, അതുപോലെ നമ്മുടെ കിഡ്നിയിലേക്ക് ലോഡ് കൂടുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരാൻ പോകും.